11 പേരുടെ മരണത്തിനിടയാക്കിയ ബംഗളൂരു ദുരന്തത്തിൽ കർണാടക സർക്കാരിന് നോട്ടീസ് അയച്ചു ഹൈക്കോടതി. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. അപകടത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. അതിനിടെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് RCB 10 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, 11 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ കർണാടക സർക്കാരിന് ഹൈക്കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ചും പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ടും ഉൾപ്പെടെ വിശദമായ വിവരം കോടതിയെ ധരിപ്പിക്കാനാണ് ഹൈക്കോടതി കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശദമായിട്ടുള്ള നിലവിലെ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ കേസിന്മേൽ വാദം നടക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. RCBയുടെ വിജയാഘോഷത്തിനിടയിലാണ് ഇത്തരത്തിൽ തിക്കിലും തിരക്കിലും പെട്ടിട്ടുള്ള അപകടവും ആ അപകടത്തിൽ 11 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സുരക്ഷാ വീഴ്ചയും ഒപ്പം ക്രമീകരണങ്ങളിൽ വീഴ്ചയും ഉണ്ടായി എന്നുള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ അല്ലെങ്കിൽ പ്രാഥമിക നിരീക്ഷണത്തിൽ തന്നെ കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം 40,000-ത്തിലധികം പേർക്ക് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് മാത്രം സൗകര്യമുള്ള സ്ഥലത്താണ് 2 ലക്ഷത്തോളം പേർ പ്രവേശിക്കുകയും യാതൊരു തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുള്ള വീഴ്ചയാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് ഹൈക്കോടതി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദേവിക. ശരി ജിഷ്ണു.